കുറെ നാളായി വിചാരിക്കുന്നു വാറ്റുണ്ടാക്കണം. അപ്പൊ നമുക്കിപ്പോ അതിനുള്ള പാത്രം കിട്ടിയിട്ടുണ്ട് വാറ്റുണ്ടാക്കാൻ വേണ്ടിയുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് പറ്റിയ സമയം, ക്രിസ്മസ് ആവുമല്ലേ, സ്വന്തമായിട്ട് വാറ്റി അടിക്കാം അങ്ങനെ തോന്നി. അപ്പൊ നമുക്ക് അതിനുള്ള പഴം, വാഴപ്പഴം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇതേ ഓറഞ്ച്, പിന്നെ ആപ്പിള്, പിന്നെ കുറച്ച് മുന്തിരി. അപ്പൊ ഒരു കോട ഉണ്ടാക്കാം നമുക്ക് ആദ്യമേ, അതിനുശേഷം നമുക്ക് വാറ്റുണ്ടാക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആപ്പിൾ മുറിക്കാം. ആപ്പിളിന്റെ കുരു കളയണോടി? വാറ്റാനല്ലേ, മദ്യമേ കൊള്ളില്ലല്ലോ. മദ്യം കഴിച്ചാലോ? ഓക്കെ, ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ, നാട്ടിലെ ആൾക്കാർ വാറ്റില്ലേ, നാട്ടിലെ ആൾക്കാർ വാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ഫ്രൂട്ട്സ് ഒന്നും ഇടില്ല. അവര് വാറ്റാൻ നേരത്തെ ജസ്റ്റ് ശർക്കര മേടിക്കുന്നു, അതിനകത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് ഇട്ട് വെള്ളം എന്തോരം വെച്ചാൽ അത്ര ഇട്ടിട്ട് വാറ്റും. അത് കഴിഞ്ഞിട്ട് വാറ്റാൻ വേണ്ടിയില്ല, കോട ഉണ്ടാക്കാൻ വേണ്ടി. അതിനുശേഷം ഈ കോട എടുത്തിട്ട് വാറ്റാൻ നേരത്ത് അവർ കുറച്ച് ഇത് മേടിക്കും, നമ്മുടെ പഴം മേടിക്കും, എന്നിട്ട് പിഴിഞ്ഞ് ചേർക്കും. എന്ന് വെച്ചാൽ അവർ സ്വന്തം അടിക്കാൻ വേണ്ടിയില്ല, നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ. ഈ പറഞ്ഞ പോലെ അത്ര ഇതൊന്നും വേണ്ട, പൈസക്ക് വേണ്ടിയല്ലോ. അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി ആയതുകൊണ്ട്, നമ്മുടെ സ്വന്തം ആയതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ചേർക്കണം. പിന്നെ എന്നാന്ന് വെച്ചാൽ പൈസ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇല്ല, ഫ്രൂട്ട്സ് വേണ്ട, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പ്രത്യേകിച്ച് ടേസ്റ്റിന്. ഇപ്പൊ നമ്മള് ഇതെല്ലാം കഴിഞ്ഞ് കോട ഉണ്ടാക്കിയതിന് ശേഷം നമ്മള് വാറ്റില്ലേ, വാറ്റാൻ നേരത്ത് കുറച്ച് പഴോ ഇതൊക്കെ ഞെരടി ചേർക്ക്, ഇപ്പൊ ജ്യൂസ് അടിച്ച് ചേർക്കുവാണെങ്കിൽ ആ ഇറങ്ങി പോകുമ്പോൾ ഒരു കുത്തലുണ്ടാവുമല്ലോ, അതുണ്ടാവുമല്ലോ, സോഫ്റ്റ് ആയിട്ട് പോകും എന്നാണ് അവര് പറയുന്നത്. ഇപ്പൊ ഇത് നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് ഇട്ട് വാറ്റുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വിചാരിക്കാമല്ലോ ഇത് നല്ല ഇത്ര നല്ല ആപ്പിള്, ഇത്ര നല്ല ഓറഞ്ച് ഒക്കെ ഇട്ടാണ് നമ്മൾ വാറ്റിട്ട് നോക്കും, അങ്ങനെ വിചാരിക്കാലോ. അതാണ് പ്രത്യേകത. അപ്പൊ നമ്മുടെ കോടയ്ക്കുള്ള സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു 4 ലിറ്ററിന്റെ ചെറിയ കുപ്പിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഒത്തിരി ഒന്നുമില്ല, ചെറുത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നു. ഇത് നമുക്കിനി ജ്യൂസ് അടിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം, എന്ത് വേണം ചെയ്യും. കുറച്ച് ബാറ്ററി എടുക്കട്ടെ? ഇല്ല, നമുക്ക് കോട ഉണ്ടാക്കുമ്പോൾ എടുക്കാം, ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ എനർജി കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. വെള്ളം ആയോ? അത് മെൽറ്റ് ആയോ? അത് കുഴപ്പമുണ്ടാവില്ല. പോരെ, കുറച്ച് കഷ്ണം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ അടിച്ചു കൊണ്ടുവന്ന ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ കൊണ്ട് ഇതിന് നമ്മുടെ കുപ്പിയിലേക്ക് ആക്കണം. അതിനുശേഷം നമ്മൾ 4 ലിറ്ററിന് 1 കിലോ ഇതാണ് ശർക്കരയാണ് എടുത്തേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് പഴമൊക്കെ ഇട്ടുകൊണ്ട് ഒരു 900 ഗ്രാം എടുത്തിട്ടുള്ളൂ. അത് 2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഞങ്ങൾ മെൽറ്റ് ആക്കാൻ വെച്ചു. അതിപ്പോ ഓൾറെഡി മെൽറ്റ് ആയിട്ടുണ്ട്, കാണാൻ പറ്റുമായിരിക്കും അല്ലെ, മെൽറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതല്ലാതെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം വേറെ തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നല്ല തിളപ്പിച്ച വെള്ളം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്തേക്ക് ഒഴിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ജ്യൂസ് അടിച്ചത് ഇത്രത്തോളം കാണാൻ പറ്റും. ഓക്കെ, ഏകദേശം ഇത്രത്തോളം പകുതിയോളം നമ്മൾ ഈ പറഞ്ഞ അടിച്ച ജ്യൂസും പിന്നെ എന്താ പറയുക ശർക്കര മെൽറ്റ് ചെയ്തതും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഏകദേശം നമുക്കൊരു 4 ലിറ്റർ കുപ്പിയാണ്. 4 ലിറ്റർ കുപ്പിക്ക് ഏകദേശം നമ്മുടെ ഈസ്റ്റിലെ അപ്പൊക്കെ ഉണ്ടാക്കണേ, അപ്പൊക്കെ പുളിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഈസ്റ്റ്, അതേ സാധനം നമ്മളൊരു ഒന്നേക സ്പൂൺ എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട്, 1 സ്പൂൺ, ഓക്കെ, ചെറു ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പൊ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിത് നേരിട്ട് ഡയറക്റ്റ് അതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ തണുപ്പിച്ചാറിയ വെള്ളമുണ്ട് കുറച്ച്, അത് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. റെഡി. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം 3/4 ഭാഗം സംഭവം എല്ലാം റെഡിയാണ്. അപ്പൊ ഇതിനകത്തേക്ക് ഗ്രാമ്പു ഒരു 2-3 എണ്ണം, പട്ട അങ്ങനെ പൊടിച്ചിട്ടിടാം, തിരിച്ചു വരാൻ പാടുപെടും. നിങ്ങളുടെ കയ്യില് വലിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് വലുതിടാം. പിന്നെ
ഈ പറഞ്ഞ സ്റ്റാർ ഒരെണ്ണം മതി. അപ്പൊ ഉം അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിൽ മാറ്റണ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടില്ല. അവർ ചെയ്യണ എന്നാന്ന് വെച്ചാൽ ജസ്റ്റ് നല്ല കുറച്ച് ശർക്കര എടുക്കും, കുറച്ച് വെള്ളത്തിലേക്ക് മെൽറ്റ് ചെയ്തിട്ട് അതിനകത്ത് വെക്കും, ഈസ്റ്റും കൂടി ഇടും. അവർ ഈ കോട ഇടാൻ നേരത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടത്തില്ല. അതിനുശേഷം മാറ്റാൻ നേരത്താണ് ഈ പറഞ്ഞ പഴം ഒന്ന് പിരിഞ്ഞിടും, പിരിഞ്ഞ് ഒന്ന് ഇതിനകത്തേക്ക് ഇടും, പിന്നെ ഈ പറഞ്ഞ ഗ്രാമ്പൂവും പട്ടയൊക്കെ ഇടും. അതിന് മുമ്പ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം, ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട. ഈ പറഞ്ഞ മാറ്റാൻ നേരത്ത് ഒരു പഴം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ പട്ട ഇടണം, അതിന്റെ ആ സ്മെല്ലും ഇതൊക്കെ വേണ്ടി. അത്രേ ഉള്ളൂ. ഇനി ഇത് നോർമൽ ടെമ്പറേച്ചർ, ഇപ്പൊ നാട്ടിലെ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ ഒരു 7 ദിവസത്തിനുള്ളിൽ സംഭവം റെഡിയാവും. നല്ല അടിപൊളി കയ്പായിരിക്കും. അങ്ങനെ അടിപൊളി കയ്പ് വന്നു കഴിഞ്ഞാൽ സംഭവം റെഡി ആയെന്നാണ് അർത്ഥം. പക്ഷെ നമ്മൾ യൂറോപ്പിലായതുകൊണ്ട് ഏകദേശം 2 to 3 ആഴ്ച, 14 to 20 ദിവസം എടുക്കും നമുക്ക് സംഭവം റെഡിയാൻ വേണ്ടി. അപ്പൊ ഇന്ന് ഇളക്കിയത് കൊണ്ട് ഇതിന് ശേഷം ഞാനൊന്ന് ഇളക്കും. അതിനുശേഷം ഒരു 3 ദിവസം, 2 ദിവസം 3 ദിവസത്തേക്ക് ഇളക്കണ്ട. പിന്നെ എല്ലാ ദിവസവും രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കണം നന്നായിരിക്കും. ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 2 ദിവസം കൂടും എന്നേ ഉള്ളൂ എടുക്കാൻ വേണ്ടി. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. 2 3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഇളക്കുക. എന്നിട്ട് നമുക്ക് ഇനി 20 ദിവസം കഴിഞ്ഞിട്ട് കാണാം, ഇല്ലെങ്കിൽ 17 ദിവസം കഴിയുമ്പോൾ കാണാം.